നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴത്തൊലിക്ക് വൻ ഡിമാൻഡ്. പഴത്തൊലികൾ വെറുതെ കളയല്ലേ, ചർമ്മ സൗന്ദര്യം കൂട്ടാൻ ഇത് മതി. പഴങ്ങൾ ആരോഗ്യത്തിന് ഗുണകരമാണ്. എന്നാൽ അവയുടെ തൊലിയോ ചില പഴങ്ങളുടെ തൊലികളിൽ ചർമ്മത്തിന് ഗുണം ചെയ്യുന്ന പോഷകങ്ങൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ചർമ്മത്തെ ശുദ്ധമാക്കാനും തിളക്കം നൽകാനും ഈർപ്പം നിലനിർത്താനുമൊക്കെ ഇവ സഹായിച്ചേക്കാം. ഓറഞ്ച്. വിറ്റാമിൻ സി, കാൽസ്യം എന്നിവ ധാരാളമായി അടങ്ങിയ ഓറഞ്ച് തൊലിക്ക് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. ചർമ്മത്തിലെ അമിത എണ്ണമയം കുറയ്ക്കാനും മുഖക്കുരുവിനെ നിയന്ത്രിക്കാനും ചർമ്മത്തിന് സ്വാഭാവിക തിളക്കം നൽകാനും ഇത് സഹായിക്കും. ചർമ്മത്തിൻ്റെ നിറവും ഘടനയും മെച്ചപ്പെടുത്തുന്നതിനും വിറ്റാമിൻ സി പ്രധാന പങ്ക് വഹിക്കുന്നു. അവക്കോഡ. സൂപ്പർ ഫുഡ് എന്നറിയപ്പെടുന്ന പഴമാണ് അവക്കോഡ. ഇവയുടെ തൊലിയിൽ വിറ്റാമിൻ ബി, ഇ എന്നിവയും അമിനോ ആസിഡുകളും അടങ്ങിയിട്ടുണ്ട്. തൊലിക്ക് സമീപമുള്ള ഭാഗങ്ങളിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ അളവ് കൂടുതലായതിനാൽ വരണ്ടതും പരിപരുത്തതുമായ ചർമ്മത്തെ പോഷിപ്പിക്കാൻ ഇത് സഹായിക്കും. മാതള നാരങ്ങ. ആൻറ്റി ഓക്സിഡൻറ്റുകളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും നിറഞ്ഞതാണ് മാതള നാരങ്ങയുടെ തൊലി. മുഖക്കുരുവും ചർമ്മത്തിലെ അസ്വസ്ഥതകളും കുറയ്ക്കാൻ ഇത് നല്ലതാണ്. കൂടാതെ അകാല വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുകയും ചെയ്യും. ആപ്പിൾ. ആപ്പിളിലെ പല പോഷകങ്ങളും അതിൻ്റെ തൊലിയിലാണ് കൂടുതലായി അടങ്ങിയിരിക്കുന്നത്. വിറ്റാമിൻ എ, സി, കോപ്പർ എന്നിവയാൽ സമ്പന്നമായ ആപ്പിൾ തൊലി കൊളാജൻ ഉൽപ്പാദനത്തെ കൂട്ടുകയും രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് ചർമ്മത്തിന് യുവത്വവും തിളക്കവും നൽകും. ചെറുനാരങ്ങ. കാൽസ്യം, വിറ്റാമിൻ സി, പൊട്ടാസ്യം എന്നിവ അടങ്ങിയ ചെറുനാരങ്ങ തൊലി ചർമ്മ സംരക്ഷണത്തിന് മികച്ചതാണ്. അമിത എണ്ണമയം കുറയ്ക്കാനും ചർമ്മത്തിലെ ജലാംശം നിലനിർത്താനും മലിനീകരണം, സൂര്യപ്രകാശം തുടങ്ങിയ ബാക്കി ഘടകങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാനും സഹായിക്കും. വാഴപ്പഴം. വിറ്റാമിൻ എ, ബി6, ബി12, സി, ഡി എന്നിവയ്ക്കൊപ്പം മഗ്നീഷ്യം, പൊട്ടാസ്യം, ഇരുമ്പ് തുടങ്ങിയ ധാതുക്കളും പഴത്തൊലിയിൽ അടങ്ങിയിട്ടുണ്ട്. മുഖക്കുരു, ചർമ്മത്തിലെ അസ്വസ്ഥതകൾ, വരൾച്ച എന്നിവയ്ക്ക് വീട്ടുവൈദ്യമായി പലരും ഇത് ഉപയോഗിക്കാറുണ്ട്. ചില ചർമ്മ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ശമിപ്പിക്കാനും ഇത് നല്ലതാണ്. പപ്പായ. വിറ്റാമിൻ എ, ഇ, പൊട്ടാസ്യം, മഗ്നീഷ്യം, വിറ്റാമിൻ ബി5 എന്നിവ അടങ്ങിയ പപ്പായ ചർമ്മാരോഗ്യത്തിന് മികച്ചതാണ്. പച്ച പപ്പായയുടെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന പപ്പൈൻ എന്ന എൻസൈമിന് സ്വാഭാവിക എക്സ്ഫോളിയേറ്റിംഗ് ഗുണമുണ്ട്. ഇത് ചർമ്മത്തിലെ മൃദുകോശങ്ങളെ നീക്കം ചെയ്ത് ചർമ്മത്തിന് തിളക്കവും മൃദുത്വവും നൽകും. പ്രത്യേക ശ്രദ്ധയ്ക്ക്. പഴത്തൊലികൾ പ്രകൃതിദത്ത ചർമ്മ സംരക്ഷണ വഴികളാണെങ്കിലും എല്ലാവരുടെയും ചർമ്മത്തിന് ഇത് യോജിക്കണമെന്നില്ല. മുഖത്ത് ഉപയോഗിക്കുന്നതിന് മുമ്പ് കയ്യിലോ മറ്റോ പാച്ച് ടെസ്റ്റ് നടത്തുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് സെൻസിറ്റീവ് ചർമ്മമുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം. ചൊറിച്ചിൽ, ചുവപ്പ് നിറം, മറ്റ് അസ്വസ്ഥതകൾ എന്നിവ അനുഭവപ്പെട്ടാൽ ഉപയോഗം നിർത്തി ചർമ്മരോഗ വിദഗ്ധൻ്റെ ഉപദേശം തേടുക. അപ്പോൾ പഴത്തൊലിക്ക് വൻ ഡിമാൻഡാണ്. അപ്പോൾ പഴത്തൊലി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പഴത്തൊലി കൊണ്ടുള്ള ഗുണങ്ങളുമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.